कभी कुछ ना करके भी देखो. Eat 5 star, do nothing. ഗായ്സ്, എനിക്കറിയാൻ പാടില്ലാത്തോട് ചോദിക്കുക, ഈ സാബുമാനും നമ്മുടെ ബിഗ് ബോസും തമ്മിൽ എന്തെങ്കിലും ഇടപാടോ കൈക്കൂലി പരിപാടി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? കാരണം ഇന്നലത്തെ വിഷയം വളരെ അൺപ്രഡിക്റ്റഡ് ആയിരുന്നു. പ്രവീൺ, നമ്മൾ ആരും ഓർത്തില്ല പ്രവീൺ പുറത്തു പോകുന്നു. പ്രവീൺ ഇന്നലെ പോകാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞ്, നമ്മുടെ ഈ ബീൻ ബാഗിനകത്ത് കിടക്കുന്നവരെ ഒന്നും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യരുത്, അവരൊന്നും ചെയ്യുന്നില്ലെന്ന്. അത് കേട്ടവർക്ക് എല്ലാവർക്കും മനസ്സിലാകും അത് സാബുമാനെ തന്നെയാണ് പറഞ്ഞത്. അതിനോട് നിങ്ങൾക്ക് യോജിക്കാണ്ടിരിക്കാൻ പറ്റുമോ? കാരണം ഈ സാബുമാൻ എന്നെ ചെയ്യുന്നേ, അവനവിടെ ചുമ്മാ ഓരോരുത്തരോട് പോയി വിശേഷം തിരക്കുന്ന അതൊക്കെ തന്നെ ഉള്ളൂ. കണ്ടന്റ് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. എനിക്കറിയില്ല ഈ ബിഗ് ബോസ് എന്തിനാണ് അവനെ അവിടെ പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന്. ഓരോ തവണ വരുമ്പോഴും ലാലേട്ടൻ പറയും, മോനെ സമയം തീരുവാ, കണ്ടന്റ് വരുന്നില്ല. വീണ്ടും വീണ്ടും പറയും. അപ്പം അവൻ പറയും, ലാലേട്ടൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എത്ര നാൾ ശ്രമിച്ച്, 2 ആഴ്ചയായി, ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ പ്രവീൺ അങ്ങനെ അല്ലായിരുന്നു. പ്രവീണൊക്കെ അത്യാവശ്യം കണ്ടന്റ് ആയിരുന്ന ഒരുത്തനായിരുന്നു. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി ഇന്നലെ പ്രവീൺ എന്ന് കേട്ടപ്പോൾ. ഞാൻ ഇന്നലെ വരെ ഓർത്തോണ്ടിരുന്നത് മസ്താനിയും സാബുമാനും ആയിരിക്കും പുറത്തു പോകുന്നതെന്ന്. ഇതെന്തോ അറിയത്തില്ല, ഇവനെന്തിനാ ഇവിടെ പിടിച്ച് നിർത്തുന്നതെന്നും അറിയത്തില്ല. അവനെന്നെ അറിയത്തില്ല അവനെന്തിനാ അവിടെ നിൽക്കുന്നതെന്ന്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഈ കഴിഞ്ഞ ദിവസമൊക്കെ പ്രവീൺ നല്ലതല്ലേലും ഒരു കണ്ടന്റ് വരുന്നുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ അവസാനമായിട്ട് സാബുമാൻ ഒരു കണ്ടന്റ് തന്നെന്ന് എപ്പോൾ പറയാൻ പറ്റും? പുള്ളിക്ക് കണ്ടതിന് വേണ്ടിയിട്ട് തന്നെ ബിഗ് ബോസ് ഒരു 15 മിനിറ്റ് കൊടുത്ത്, അതിനും പുള്ളിക്കാരൻ എന്നെ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഡാൻസോ ബോഡി മൂവ്മെൻറ്റ് അങ്ങനെയൊക്കെ ഏതാണ്ട് കാണിച്ചു കൂട്ടി വെക്കുമായിരുന്നു. പുള്ളിക്കാരനെ കൊണ്ട് ആകെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ആരുടെയും കുറ്റവും പറയുന്നില്ല, ആരുടെ ദോഷവും പറയുന്നില്ല. അവിടെ ഇങ്ങനെ എല്ലാവരുടെയും വിശേഷം കണ്ട് ഇങ്ങനെ അങ്ങിരിക്കും. ആക്ച്വലി ഇറ്റ് ഈസ് വെരി അൺഫെയർ. കാരണം സാബുമാനായിരുന്നു ഇന്നലെ പുറത്ത് പോകേണ്ടത്, പ്രവീൺ അല്ലായിരുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു സാബുമാനെ പറ്റി? ശരിക്കും എനിക്ക് സാബുമാനെ കണ്ടിട്ടാണ് നമ്മൾ മറ്റേ ആ 5 സ്റ്റാറിൻ്റെ പരസ്യം ഓർമ്മ വന്നത്. അതാണ് ഞാൻ ആ തുടക്കത്തിൽ വെച്ചത്. അപ്പം കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റിൽ അറിയിക്കുക.